ഹായ്, എൻ്റെ പേര് അമർനാഥ്. ഞാൻ അഞ്ചാം വേദം സിനിമയിൽ അഷ്റഫ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. മാർച്ച് 1 നമ്മൾ റിലീസ് പ്ലാൻ ചെയ്തേക്കുകയാണ്. അപ്പോൾ ഈ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ലൈക്കിനോ കുറച്ച് ഇൻറ്റൻസിറ്റി കൂടിയൊരു കൈൻഡ് ഓഫ് കഥാപാത്രമാണ്. നെഗറ്റീവ് ഷെയ്ഡാണ് ആക്ച്വലി, ബട്ട് സ്റ്റിൽ നമ്മൾ ആ സ്റ്റോറി നറേഷൻ കേട്ടപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും ആ ക്യാരക്ടറിൻ്റെ ഒരു പൾസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മൂവി നിൽക്കുന്ന അല്ലെങ്കിൽ മൂവിയുടെ ഒരു പൾസ് എന്ന് പറയുന്ന ക്യാരക്ടർ അഷ്റഫ് എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്ക് പറയാം. കാരണം അത്രയും ഇൻറ്റൻസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്, അത്രയും ആ ക്യാരക്ടർ പോകുന്നതനുസരിച്ചാണ് കഥ റിവോൾവ് ആവുന്നത്. സോ അങ്ങനെ വരുന്നൊരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കുമ്പോഴും നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. നമുക്ക് ഇതിൽ നെഗറ്റിവിറ്റി തന്നെ എക്സ്ട്രീം ലെവലിൽ പോകുന്ന സമയത്തായാലും നമുക്ക് അത് കഥാപാത്രം ആവശ്യപ്പെടുന്നു എന്നുള്ളൊരിത് നമുക്കെപ്പോഴും ക്ലിയറായിട്ട് അറിയാൻ പറ്റും. സോ ആ ഫീല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ ഇപ്പം വളരെ രസമായിരുന്നു ചെയ്യാൻ. കുറച്ച് നമ്മുടെ അതിന് വേണ്ടി കുറച്ച് പണിയെടുക്കേണ്ടി വന്നു, ബട്ട് സ്റ്റിൽ അതൊരു വർത്ത് ഇറ്റ് ക്യാരക്ടറായിരുന്നു. സോ അതേപോലെ തന്നെ നമ്മുടെ ക്യാരക്ടറിൻ്റെ ഇത്ര ഇമ്പോർട്ടൻസ് ഞാൻ പറയുമ്പോൾ തന്നെ മൂവിക്കും അതിൻ്റേതായ റെലവൻസ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ സബ്ജക്റ്റിനുണ്ട്. സോ അങ്ങനെ ഒരു സബ്ജക്റ്റ് പറയുന്ന മൂവി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിലേക്കിനോ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു മെസ്സേജിന് വേണ്ടി ഒരു മൂവി ചെയ്തതല്ല, ആ ഒരു മൂവി ചെയ്തപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ റിയാലിറ്റി. അപ്പോൾ ആ റിയാലിറ്റി ഉൾക്കൊണ്ടും അതുപോലെ തന്നെ അങ്ങനെ ഒരു സ്റ്റോറി ലൈൻ നമ്മൾ കണ്ടെത്തി, അല്ലെങ്കിൽ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും കണ്ടെത്തി അതൊരു സിനിമയാക്കുമ്പോൾ അതിന് ഒരു മെസ്സേജ് തരാനുണ്ടാവും. മെസ്സേജിന് വേണ്ടി സിനിമ എടുക്കാതെ സിനിമയിൽ നിന്നൊരു മെസ്സേജ്, അതാണ് അഞ്ചാം വേദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ടെക്നിക്കലി നല്ലൊരു ക്രൂ ആണ്. നമ്മൾ അത്യാവശ്യം ടെക്നോളജിക്ക് നല്ലൊരു ലെവൽ കൊടുത്ത് തന്നെയാണ് ചെയ്തേക്കുന്നത്. സോ ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അപ്പോൾ അത് നമുക്ക് ഡെലിവറി ചെയ്യാനും പറ്റുന്നുണ്ട്. സോ ജസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ഓൺ March 1.